തുടർച്ചയായ മൂന്നാം തവണയും രാജ്യത്തിന്റെ അധികാര കസേരയിലുള്ളത് നരേന്ദ്രമോദി തന്നെയാണ്. ഇന്ത്യ സഖ്യം കടുത്ത മത്സരം കാഴ്ചവെച്ചെങ്കിലും അന്തിമ വിജയം മോദി നേതൃത്വം നൽകിയ BJP മുന്നണിക്കായിരുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിഞ്ഞുവെന്ന സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലത്തിലാണ് ഇക്കാര്യം പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ജനപ്രീതി ഇടിഞ്ഞതായാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. 6 മാസത്തിനിടെ നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. എന്നാൽ ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ 62% ഉണ്ടായിരുന്ന ജനപ്രീതി 58%ആയാണ് കുറഞ്ഞത്. എന്നാൽ ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ 62% ഉണ്ടായിരുന്ന ജനപ്രീതി 58%ആയാണ് കുറഞ്ഞത്. 2,06,826 പേരുടെ അഭിപ്രായം പരിഗണിച്ചാണ് സർവേ നടത്തിയതെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ വ്യക്തമാക്കുന്നത്. NDA സർക്കാരിന്റെ പ്രകടനത്തിലുള്ള ജനപ്രീതിയും ഇടിഞ്ഞുവെന്നും ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നു. ജൂലൈ 1-നും ആഗസ്റ്റ് 14-നും ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 54,788 പേരിൽ നിന്നാണ് സർവേ നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിലും ഇടിവുണ്ടായിട്ടുണ്ടെന്ന് സർവേ വിലയിരുത്തുന്നു. ഫെബ്രുവരിയിൽ നടത്തിയ സർവേയിൽ 62.1% പേർ NDA സർക്കാരിന്റെ പ്രവർത്തനം നല്ലതെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഓഗസ്റ്റിൽ 52.4% കുറഞ്ഞു. 2.7% പേർ സർക്കാരിന്റെ പ്രകടനത്തിൽ തികഞ്ഞ അതൃപ്തി പ്രകടിപ്പിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ NDAക്ക് 324 സീറ്റുകൾ ലഭിക്കാമെന്ന് സർവേ പറയുന്നു. അതേസമയം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും 260 സീറ്റുകളെ പാർട്ടിക്ക് ലഭിക്കൂവെന്നും സർവേയിലുണ്ട്. ഫെബ്രുവരിയിലെ സർവേയിൽ 343 സീറ്റുകൾ മുന്നണിക്ക് പ്രവചിച്ചിരുന്നു. നിലവിൽ NDAക്ക് 293 സീറ്റാണുള്ളത്. ഇപ്പോഴത്തെ സർവേയിൽ ഇന്ത്യ സഖ്യത്തിന് 208 സീറ്റും ഫെബ്രുവരിയിൽ 188 സീറ്റുമാണ് പ്രവചിക്കുന്നത്. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായി DMKക്ക് 36 സീറ്റും NDAക്ക് 3 സീറ്റും ഓഗസ്റ്റിലെ സർവേ പ്രവചിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 39 സീറ്റും DMK ആണ് സ്വന്തമാക്കിയത്. അതേസമയം രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകളുടെ അടക്കമുള്ള വിഷയങ്ങൾ സർവേയിൽ പ്രതിഫലിച്ചതായും പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉയർത്തിയ നിരവധി വിഷയങ്ങളിൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയെന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. സർക്കാരിനെതിരായി ഉയർന്ന ആക്ഷേപങ്ങളിൽ നിന്ന് BJP സർക്കാർ മറുപടിയില്ലാതെ ഒളിച്ചോടുന്ന സാഹചര്യമടക്കം ജനങ്ങൾ വിലയിരുത്തി. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങളിൽ സ്വാധീനം കൂടുന്നു എന്ന് തന്നെയാണ് സർവേ ഫലം തെളിയിക്കുന്നത്. വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ NDA 46.7% വോട്ട് ഷെയർ നേടുമെന്ന് സർവേ പറയുന്നു. ഇത് 2024 44% നിന്ന് കൂടുതലാണ്. അതേസമയം ഇന്ത്യ മുന്നണിക്ക് 40.9% വോട്ട് ഷെയർ ലഭിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് NDAക്ക് ഇപ്പോഴും വോട്ടർമാരുടെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയും ഒരു പ്രധാന ശക്തിയായി നിൽക്കുന്നു എന്നാണ്. സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ NDA ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ സൂചനകളാണ് നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിക്ക് ശേഷം കോൺഗ്രസിന്റെ വ്യക്തിഗത പ്രകടനം മെച്ചപ്പെട്ടു വരുന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. ബീഹാറിൽ ഇപ്പോൾ പുരോഗമിക്കുന്ന കോൺഗ്രസിന്റെ വോട്ടർ അധികാർ യാത്രയും ഇന്ത്യ മുന്നണിക്ക് ആകെ ഗുണമായി മാറുന്നുണ്ട്. വലിയ സ്വീകാര്യതയാണ് ഈ യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ വിവിധ ഘടകകക്ഷികളുടെ ഐക്യത്തിനും രാഹുൽ ഗാന്ധി സമീപകാലത്ത് ഉയർത്തിയ പല രാഷ്ട്രീയ വിഷയങ്ങളും വഴിയൊരുക്കിയെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും ഇന്ത്യയുടെ ട്രെൻഡ് മാറി വരുന്നു എന്നത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്.